നവകേരള സദസ്സ് അവസാനിച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ക്ഷാമമില്ല. വാർത്തകളിൽ അത് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരാതിയെക്കുറിച്ചാണ് വാർത്തകൾ. പരാതി പരിഹരിച്ചോ, പരിഹരിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് പരിഹരിച്ചില്ല എന്ന് തുടങ്ങിയ വാർത്തകൾ പ്രമുഖ മാധ്യമങ്ങളിൽ എല്ലാം വരുന്നുണ്ട്. ഓരോ ജില്ലയിലും ഇത്രയും ദിവസം കഴിഞ്ഞു, ഇത്ര ശതമാനം പരാതികൾ മാത്രമേ പരിഹരിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ. ഈ വാർത്തകളൊന്നും പോസിറ്റീവ് വാർത്തകളല്ല, എല്ലാം നെഗറ്റീവ് വാർത്തകളാണ്. അതിനിടെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാകുകയും മാധ്യമങ്ങളിൽ വലിയ കൊട്ടിഘോഷിച്ച് വാർത്ത നൽകുകയും ചെയ്ത ഒരു 517 രൂപയുടെ കണക്ക് വന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട് അത് ഒഴിവാക്കി തരണം, അത് കിഴിവ് നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ 517 രൂപ മാത്രമാണ് കുറച്ചു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ട്രോളിക്കൊണ്ടുള്ള വാർത്തകൾ കൊണ്ട് കുറച്ച് ദിവസം മാധ്യമങ്ങൾ നിറഞ്ഞിരുന്നു. കോൺഗ്രസ് ഹാൻഡിലുകളിൽ സോഷ്യൽ മീഡിയയിലും അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. നിഷ്പക്ഷപാതികൾ എന്നൊക്കെ പറയുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അത് ഷെയർ ചെയ്യുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ്. എല്ലാവരുടെ മനസ്സിലും അതുണ്ടാകും. എന്നാൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പരാതികൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊന്നും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ കാണുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിതാ ബെന്യാമിൻ, എഴുത്തുകാരനായ ബെന്യാമിൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: നവകേരള സദസ്സിൽ പങ്കെടുത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് ഗുണം എന്ന് ചോദിച്ച ചിലരുണ്ട്. നവകേരള സദസ്സിൽ പങ്കെടുത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് ഗുണം എന്ന് ബെന്യാമിനോട് തന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഇപ്പോൾ നടന്നത് തന്നെ എന്ന് പരിഹസിച്ചവരും ഉണ്ട്. ഡിസംബർ 17-നായിരുന്നു പത്തനംതിട്ടയിലെ സദസ്സ്. അന്ന് ഉന്നയിച്ച കാര്യത്തിന് കൃത്യം 17 ദിവസം കഴിഞ്ഞപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നു. ഡിസംബർ 18-ലെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുക എന്നുകൂടി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ പോസ്റ്റിൽ. വാരപ്പുഴ പാലത്തിന്റെ നിർമ്മാണത്തിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ എല്ലാം നീക്കി മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചിരിക്കുന്നു. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. വീണ ജോർജിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ബെന്യാമിൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. എഴുത്തുകാരനാണ്. ഇന്നലെ നവകേരള സദസ്സിൽ പങ്കെടുത്ത് 4 കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്നലെ നവകേരള സദസ്സിൽ പങ്കെടുത്ത് 4 കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നാണ് ബെന്യാമിൻ ഡിസംബർ 18-ന് ഇട്ട പോസ്റ്റിൽ പറയുന്നത്. ആ 4 കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1, പന്തളം പാലത്തിനോട് ചേർന്ന് നടപ്പാലം. വർഷം മുഴുവൻ അടഞ്ഞുകിടക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രം തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ. വാരപ്പുഴ പാലം പണി തുടങ്ങാനുള്ള നടപടികൾ വേഗത്തിലാക്കുക. വാരപ്പുഴ പാലം പണി തുടങ്ങാനുള്ള നടപടികൾ വേഗത്തിൽ ആക്കുക. പ്രമുഖ കാർട്ടൂണിസ്റ്റായിരുന്ന PK മന്ത്രിയുടെ പേരിൽ ഒരു സ്മാരകം പണിയുക എന്നതാണ് അദ്ദേഹം അന്ന് ഡിസംബർ 18-ന് നവകേരള സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. 18-ന് ഇട്ട പോസ്റ്റാണ്. 17-നാണ് നവകേരള സദസ്സിൽ ബെന്യാമിൻ പങ്കെടുത്ത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. അതിൽ അച്ചൻകോവിൽ ആറ്റിന് കുറുകെ വയറപ്പുഴ കടവിൽ പുതിയ പാലം പണിയുന്നതിനു വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. മന്ത്രിസഭ അക്കാര്യം തീരുമാനിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നതാണ് ഈ പോസ്റ്റ് ഇടാൻ കാരണം 17 ദിവസം കൊണ്ടാണ് ഒരാവശ്യം അംഗീകരിച്ച് തന്നിരിക്കുന്നത്. ഇനി മറ്റാവശ്യങ്ങളുണ്ട്. അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ആവശ്യങ്ങളല്ല. മന്ത്രിക്ക് സ്മാരകം പോലെയുള്ള ആവശ്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യും എന്ന വിശ്വാസം അദ്ദേഹം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും കാണില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ച് വാരപ്പുഴ കടവിൽ പാലം ഉടൻ പണിയും എന്ന് പറഞ്ഞുകൊണ്ട് വന്ന പത്രവാർത്ത അതിങ്ങനെയാണ്: നിർമ്മാണത്തിന് മന്ത്രിസഭയുടെ അനുമതി. വാരപ്പുഴ കടവിൽ പാലം ഉടൻ. നവകേരള സദസ്സിൽ ഉന്നയിച്ച പരാതിക്ക് പരിഹാരം. പന്തളം കുളനട കവലകളിലെ ഗതാഗത കുരുക്കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത. പദ്ധതിയുടെ തുക 9,35,73,000 രൂപ. ഉയരം 3.215 മീറ്റർ, നീളം 104 മീറ്റർ, വീതി 11 മീറ്റർ, ഇരുവശങ്ങളിൽ നടപ്പാത, തൂണുകൾ 4, സമീപപാത 850 മീറ്റർ, റിവർ സ്പാൻ 3, ലാൻഡ് സ്പാൻ 2 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളടക്കമാണ് വാർത്ത വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ നവകേരള സദസ്സിൽ ഉന്നയിച്ച പരാതിക്ക് പരിഹാരമായി വയറപ്പുഴ പാലത്തിന്റെ നിർമ്മാണത്തിന് പുതുക്കിയ കരാർ നിരക്കുകൾ അംഗീകരിച്ച് മന്ത്രിസഭയുടെ അനുമതി. ഉടൻ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കാര്യങ്ങൾ ശരവേഗത്തിൽ അടുക്കുകയാണ് എന്ന് പറയുന്നു. നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് വയറപ്പുഴ പാലം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ നവകേരള സദസ്സിന് നന്ദി പറയുകയാണ് നാട്ടുകാർ. അച്ചൻകോവിലാറ്റിൽ പന്തളം നഗരസഭ കുളനട പഞ്ചായത്ത് പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് വാരപ്പുഴ കടവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് എന്നാണ് വാർത്ത. ഈ ആവശ്യം നവകേരള സദസ്സിൽ ഉന്നയിച്ചത് ബെന്യാമിനാണ്. അതുകൊണ്ട് തന്നെയാണ് ബെന്യാമിൻ ഇത് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് പറയാൻ കാരണം ഇത്ര നിരവധി കാര്യങ്ങൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. നവകേരള സദസ്സിൽ കൊടുത്ത പരാതികൾ ഓരോന്നായി പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ തീരുമാനമെടുക്കേണ്ടത് ഏതൊക്കെയാണ് എന്ന് കണ്ട് തീരുമാനമെടുക്കുന്നു. മറ്റുള്ളവ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് സ്ഥിതി. എന്നാൽ
നമ്മുടെ മാധ്യമങ്ങൾ നെഗറ്റീവ് വാർത്ത മാത്രമേ കാണൂ എന്നതുകൊണ്ട് ഇത് ഒരു സംഭവം മാത്രമല്ല, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. അതത് പ്രദേശത്ത് അത് വാർത്തയായി വരുന്നുണ്ട്, പ്രാദേശിക വാർത്തയായി മാത്രം ഒതുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ നെഗറ്റീവ് ഒന്നുമില്ലാത്തത് കൊണ്ട് മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കാൻ സാധ്യതയില്ല എന്നതാണ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് ബെന്യാമിൻ ഇത്തരമൊരു പോസ്റ്റ് ഇടേണ്ടി വരുന്നത്, നാട്ടുകാരെ അറിയിക്കുന്നതിന് വേണ്ടി. എന്നാൽ ഏതെങ്കിലും രൂപത്തിൽ നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയായി വന്നേനെ. മലയാള മനോരമ അത് ആദ്യം വാർത്തയാക്കും, പിന്നീട് മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി, അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇത്തരം മാറ്റങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാണ് ബെന്യാമിൻ തന്റെ പോസ്റ്റിലൂടെ നമ്മോട് പറയുന്നത്.